നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിൽ പര്യടനം ആരംഭിച്ചതോടെ കോൺഗ്രസുകാർ അടി തുടങ്ങി. പോലീസ് സമാധാനപ്പെട്ടിട്ടും യൂത്ത് കോൺഗ്രസുകാർ പോലീസിന് നേരെ പാഞ്ഞെടുത്തത് കേരളം കണ്ടു. അവസാനം പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിയും നടത്തി. അതിന് മറുപടിയുമായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി. ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ച നവകേരള യാത്ര വർക്കലയിൽ ആദ്യ സദസ്സ് നടത്തിയിരുന്നു. 13 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സുമായി തിരുവനന്തപുരത്ത് എത്തിയത്. 3 ദിവസം തലസ്ഥാന ജില്ലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പര്യടനം നടത്തും. ഇന്ന് രാവിലെ ആറ്റിങ്ങൽ മാമത്തെ പൂജ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പ്രഭാത യോഗവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും നടക്കുക. ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ്. 3 ദിവസമാണ് ജില്ലയിലെ പര്യടനം. 3-ാം നാൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പോളിടെക്നിക്കിൽ ഒരുക്കിയിട്ടുള്ള വേദിയിലാകും നവകേരള സദസ്സിന് തിരശ്ശീല വീഴുക. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത കനത്ത സുരക്ഷയാണ് ജില്ലയിൽ ആകെ ഒരുക്കിയിരിക്കുന്നത്. നവകേരള സദസ്സ് അവസാന ലാപ്പിലെത്തിയതോടെ പ്രതിഷേധങ്ങളും പ്രതിപക്ഷം അവസാന ലാപ്പിലാക്കിയിട്ടുണ്ട്. നവകേരള സദസ്സ് ജനങ്ങളിലുണ്ടാക്കുന്ന മികച്ച അഭിപ്രായം ഭയന്നാണ് പ്രതിപക്ഷം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ അടക്കമുള്ളവരുടെ ആരോപണം. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് നവകേരള സദസ്സിന് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെ ഇന്നലെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. വർക്കലയിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് മടങ്ങവേ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലും ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് പോലീസ്. തലസ്ഥാന ജില്ലയിലെ ആദ്യ നവകേരള സദസ്സിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളിയെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസിനെ അവരുടെ പ്രതാപകാലത്ത് പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ ഇപ്പോൾ എന്നും പരിഹസിച്ചിരുന്നു. ഭീരുവായ മുഖ്യമന്ത്രി എന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്കായിരുന്നു പിണറായി വിജയന്റെ മറുപടി. തനിക്ക് സതീശന്റെ അത്ര ധൈര്യമില്ല എന്ന് പരിഹാസ രൂപേണ പറഞ്ഞ മുഖ്യമന്ത്രി തനിക്ക് ഭയമുണ്ടോ എന്ന് KPCC പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചാൽ അറിയാമെന്നും കൂട്ടിച്ചേർത്തു. തോക്കിനെയും ഗുണ്ടകളെയും ഇക്കാലയളവിൽ നേരിട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വർക്കലയിലെ യോഗത്തിൽ പറഞ്ഞു. അതേസമയം യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-നെ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണമെന്നായിരുന്നു VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട VD സതീശനെ 1-ാം പ്രതിയാക്കി കന്റോൺമെന്റ് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പരിഹാസം. VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ 30 പേരുടെ പേരുകളാണ് FIR-ൽ ഉള്ളത്. കണ്ടാലറിയാവുന്ന 300-ലേറെ പേരും കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളിയെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയതോടുകൂടി സംഭവം ഒന്നുകൂടി കൊഴുത്തു.